ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. രാവണമാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിയിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പരമാം തീരം തത്ര. മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട് ആമോദത്തോടു മരുവിടിന മാരീചനും. ലൗകികാത്മനാഗൃഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും. പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമീതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം കോമളഗാത്രിയായോരങ്കനാരത്നത്തോടും. ദണ്ഡകാരണ്യേ വന്നു വാഴുന്നീതവർ ബലാൽ എന്നുടെ ഭഗിനി തൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും. നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനുമിപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഇവണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിടുവാനവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിയുക നീ.
രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന രമണീരഥാദികൾ കേൾക്കുമ്പോൾ അധീഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ, താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പൊക്കു സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യൗവണ്ണം അല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്ന ജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയോ മകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂടാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും. നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയൂ മനോരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ. കാന്തേ കേൾനീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതീനിപ്പോൾ.
ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിന്നു മടിയാതെ, മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ, ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കലൊരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവി താനും, കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു, ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂണായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം, എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം. എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശനം, നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം, വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ, രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമാവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടു പോയകലുമ്പോൾ, നിൻ തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ,
അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ. രാഘവൻ നിൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദമും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായയേതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില്ല രക്ഷണാൽ. വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങിനെ ധൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസേ ദുഷ്ടാത്മാവേ ഞാനിതോർത്തിലയല്ലോ. രാമനാശാകാംക്ഷിതനായ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാനറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചില്ല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും.